കഴിഞ്ഞ ദിവസം ആട് 3 കണ്ടു. എന്താ പറയണേ, ഫുൾ ഒരു എൻ്റർടൈനർ ആണ് ശരിക്കും ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കോമഡിയും അതേപോലെ തന്നെ ഒരു ടൈം ട്രാവലും എല്ലാം ഉണ്ട് അതിനകത്തിൽ. എനിക്ക് പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആളുകളെയും കൂടെ ഇന്ന് ശ്രദ്ധിച്ചു. അവർ ആ കോമഡി സീൻസൊക്കെ വരുന്ന സമയത്ത് ചിലർ കമന്ന് കിടന്ന് ചിരിക്കണ കാണാം. ചിലർ അങ്ങനെ തന്നെ സാധാരണ ഇരുന്ന സിനിമ കാണുന്ന പോലെ ഉണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ഇമോഷൻസ് സിനിമയിൽ കാണുന്ന പോലെ തന്നെ ചില സിനിമകളാണ് നമുക്കത് റിഫ്ലക്റ്റ് ചെയ്ത് തരുന്നുള്ളൂ കേട്ടോ. അപ്പം ആ സിനിമകളിലൊക്കെ എന്താണ് നമുക്കതങ്ങനെ റിഫ്ലക്ഷൻ വരുന്നത്, എന്തുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ മിറർ ന്യൂറോൺസ് കാരണമാണ് ഇത് നമുക്ക് സംഭവിക്കുന്നത്. ഇപ്പം ഇതിവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് പേരെ കണ്ടുമുട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ആൾക്കാർ നമ്മുടെ സ്വഭാവത്തിലും അതേപോലെ തന്നെ നമ്മുടെ ചിന്തകളെ പോലും ചില സമയത്ത് മാറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ചില സമയത്ത് നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മളെ പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടാവും. സൈക്കോളജി പറയുന്നത് നമുക്ക് ചുറ്റും ഉള്ള 5 ആളുകളുടെ ആവറേജ് ആണ് നമ്മൾ എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം നിങ്ങളുടെ സർക്കിൾ ഒന്ന് ശ്രദ്ധിക്കൂ. എങ്ങനെ ആരുടെ കൂടെയാണ് നമ്മൾ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഒന്ന് ശ്രദ്ധിക്കൂ.